അണ്ണ ഭാഗ്യക്കുറി എടുക്കാൻ പോണോ ഭാഗ്യക്കുറി നോക്കാൻ പോണോ? കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ വരെയാണ്. ഇനി മണികെട്ടുന്ന അമ്പലത്തിൽ പോണം. ഉമ്മാച്ചനും മരുമോളും കൂടെ ചെന്ന് അതേ ഫലം നോക്കിയാണ്. അതിമോനെ അവൻ പറഞ്ഞാട്ടാടാ, അതിമോനെ ഈ കുട്ടൂസ് പറഞ്ഞാട്ടാ, മുട്ടയും കുട്ടൂസ് പറഞ്ഞാട്ടാടാ. Take the next left onto Kattile Mekatil Temple Road. കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കണോളൂ? Head northwest, then make a U-turn. Turn left. അടുത്തത് പാരായണം ചെയ്യുന്നത് 10ാമത്തെ അധ്യായമാണ്. ഇതിൽ ശുംഭൻ എന്ന അസുരനെ വധിക്കുന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. എല്ലാ ദേവിമാരും ചണ്ഡികാവിനെ മാറിൽ ശൂലം കൊണ്ട് ഭേദിച്ച് ദേവി ഭൂമിയിൽ പതിപ്പിച്ച് വധിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് 10ാം അധ്യായത്തിൽ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ബലാവലേ വാദുഷ്ടേ ബ്രഹ്മാദുർക്കേ ഗർവമാവാ
അത് എന്നമ്മ പറഞ്ഞത്. അപ്പോൾ ഈ മീൻപത്തിരിയും മണികെട്ടാനും അമ്പലത്തിൽ മണി കെട്ടാനായിട്ട് പോവുകയാണ്. ഇതുണ്ടോ മണി കെട്ടാൻ പോവുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞു വിടും. ലക്ഷ്മി കെട്ടാവോ? ലക്ഷ്മിയുടെ മണി പഠിച്ചിട്ടുണ്ട്. ഞാൻ കിട്ടി വയർഫേക്കാക്കാൻ വേണ്ടിയിട്ടാവും. അതായിരിക്കും. കുട്ടൂസിനെ കൊണ്ട് കെട്ടിയിരി. കുട്ടൂസിനെ ഞാൻ ഇതിലാണ് കെട്ടിയത്. കൊണ്ട് അതിലാണ് കെട്ടിയത്. ഇവിടെ അമ്പലത്തിൽ മണി കെട്ടാനായിട്ട് പോവുകയാണ്. ഇതുണ്ടോ മണി കെട്ടാൻ പോവുകയാണ്. മണിയേട്ടൻ അമ്പലത്തിൽ പോയി മണിയൊക്കെ കെട്ടി. ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് പോയത്. കുടുംബക്ഷേത്രത്തിൽ പോയി നമ്മുടെ വഴിപാടുകളും എല്ലാ വർഷവും മോൻ വരുമ്പോൾ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കുടുംബക്ഷേത്രത്തിൽ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മളവിടെ കയറി വഴിപാടും എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മണിയേട്ടൻ അമ്പലത്തിൽ പോയി. മണിയേട്ടൻ അമ്പലത്തിൽ ചെന്നിട്ട് ഇത്രയും തിരക്ക് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. വണ്ടി തന്നെ പാർക്ക് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ കയറി അമ്പലത്തിൽ എത്തിയിട്ട് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ പോയിട്ട്. അത്രയ്ക്ക് ആൾ. പിന്നെ നമ്മൾ പണ്ട് കൂരമ്പായിക്കുളത്ത് അമ്പലത്തിൽ പോയിട്ട് കമ്പി വഴി ഇങ്ങനെ ക്യൂ പോകുന്ന കണക്കുള്ള
ആ ഒരു ഇതാണിപ്പം മണികെട്ടുന്ന അമ്പലത്തിൽ ഞാൻ ഒരു വർഷമാവും ഇപ്പം പോയിട്ട്. ഒരു വർഷമല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്കൊന്നിനും പോകാൻ പറ്റിയില്ല എന്ന്. ഞാൻ എന്തായാലും അതിൻ്റെ അങ്ങേ വർഷം വന്നപ്പം പോയായിരുന്നു. അപ്പം ഒരുപാട് സമയം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടിയും അങ്ങനെ ഒത്തിരി മണിക്കൂറുകൾ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴൊക്കെ ഒരുപാട് താമസിച്ചു. തൊഴുത് മണി കെട്ടി 7 വലത്തൊക്കെ വെച്ച് മണി കെട്ടി തൊഴുതിറങ്ങി ഒക്കെ ഇറങ്ങിയപ്പോൾ ഒരു നേരമായി. ഒത്തിരി സമയം കഴിഞ്ഞു. എങ്ങും കയറാൻ പോലും നമുക്ക് നമ്മളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയ വീടുകളിലൊന്നും നമുക്ക് കയറാൻ പോലും പറ്റിയില്ല. എൻ്റെ കുഞ്ഞമ്മമാരൊക്കെ വീനാട് താമസമുണ്ട്, അവിടെയൊക്കെ കയറണമെന്നുള്ള ഇതിലാണ് നമ്മൾ കാലത്തെ 7:30 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ എങ്ങും കയറാനോ ഒന്നും പറ്റിയില്ല. എന്നിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങ് എത്തിയപ്പോഴത്തേക്ക് 5:30-6 മണിയായി. ഒന്നും പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ കൂടെ നമ്മളന്ന് വൈകിട്ട് തലയ്ക്കും ദോശ സിനിമ കാണാനായിട്ടുള്ള ഇത് ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങ് എത്തിയേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് എങ്ങും കയറാനും പറ്റിയില്ല, അല്ലെങ്കിൽ ആ പൈസ പാഴിപ്പോവും. അതുകൊണ്ട് എങ്ങും കയറിയില്ല. അപ്പം ക്ഷേത്രത്തിൽ പോയി 2 ക്ഷേത്രങ്ങളിലും കയറി നമുക്ക് നല്ലതുപോലെ തൊഴുത് എത്ര വെയിലായാലും എങ്ങനെയായാലും മണികെട്ടുന്ന അമ്പലത്തിൽ പോയി നമുക്ക് ഒത്തിരി കാല് വയ്യാത്തവർക്കൊക്കെ അത്രയും ചവിട്ടിൽ നിന്ന്, എനിക്ക് ഈ മുട്ടിന് പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് കാല് വേദന ഒത്തിരി ഇതായിപ്പോയി. ഭഗവാന്റെ ഒരിത് പൊന്നമ്മച്ചി കാത്തുകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം എനിക്ക് കാലൊട്ടും അങ്ങ് വയ്യാതായിപ്പോയി. പിന്നെ എന്താണെന്നറിയില്ല, വെയിറ്റ് അങ്ങ് ഇതായി പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണിപ്പം. അപ്പോൾ അതിനെല്ലാം ഭഗവാൻ ഒരു ഇതാക്കി തരട്ടെ. അങ്ങനെ അമ്പലങ്ങളിൽ 2 അമ്പലത്തിലും പോയി, മണികെട്ടുന്ന അമ്പലത്തിലും പോയി, എൻ്റെ കുടുംബക്ഷേത്രത്തിലും പോയി. ആ 2 ഇതും ചെയ്തു. മനസ്സിന് ആ ഒരു സന്തോഷം കിട്ടി. ഞാൻ എപ്പോഴും അമ്മ മരിച്ചില്ല എന്നാണ് തോന്നുന്നത്. അർച്ചന എഴുതാൻ സമയത്ത് പെട്ടെന്ന് അമ്മയുടെ പേര് പറയാനായിട്ട് ഒരുങ്ങിയാണ്. പക്ഷേ പിന്നെയാണ് ഒരുങ്ങുന്നത്, അയ്യോ അമ്മ മരണപ്പെട്ടുവല്ലോ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് എന്തോ ഒരു ഓർമ്മയും. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.